സന്തോഷം, ഭയങ്കര സന്തോഷം, നല്ലൊരു സിനിമ കാണാൻ സാധിച്ചു. അതിപ്പോ ജനഗണമന എന്ന സിനിമ നമുക്കറിയാം, ഒരു വ്യത്യസ്തമായ സിനിമയായിരുന്നു. അതിനുശേഷം ഈ സിനിമ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കണ്ടൊരു സിനിമയാണ്. ഇതില് രാഷ്ട്രീയക്കാരെയൊക്കെ തുറന്നടിച്ച് കാണിക്കാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായുള്ളൂ. എന്തായാലും ഗംഭീരം. നിവിൻ പോളിക്ക് ഒരു പൊൻതൂവനാണ് സിനിമ. സലിംകുമാരോടും ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. അതുപോലെ നല്ല ഗാനങ്ങൾ സിനിമയിലുണ്ട്. പിന്നെന്താ പറയാ, ഇത് കണ്ടപ്പോൾ നമ്മൾ മലയാളീസിന് അഭിമാനം തോന്നുന്ന നിമിഷമാണ്. കാരണം നമുക്ക് എവിടെ ചെന്നാലും പറയാം നമ്മൾ മലയാളിയാണ്. അടിപൊളി സിനിമയാണ്. അതുപോലെ ഇദ്ദേഹത്തിന് ഇനിയും സിനിമകൾ ഇതുപോലെ ചെയ്യാൻ സാധിക്കട്ടെ. നിവിൻ പോളിക്ക് എന്തായാലും സിനിമ ഒരു പൊൻതൂവലാണ്. ജനഗണമനയിൽ അങ്ങനെയുണ്ടായി രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും. സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സ് ആവുമ്പോൾ സെന്റിമെന്റ്സ് എത്താം. ഇവന്റെ ശക്തമായി തിരിച്ചറിവും ഇവൻ നന്നായി ചെയ്തിട്ടുള്ള എല്ലാ എലമെന്റ്സും കോമഡി സെന്റിമെന്റ്സ് എല്ലാം ഭാവിയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഫിലിമായിരിക്കും. പക്ഷേ ജനഗണമനയുടെ അത്ര ഒന്നായി തോന്നിയില്ല. ഒരു നെഗറ്റീവ് തോന്നിയാൽ അനുസരാജ് ആ കോമഡി ചെയ്യാറുണ്ട്. സാഹിത്യ എനിക്ക് നല്ലൊരു ഫിലിമാണ്. തിയേറ്ററിൽ പോയി കാണേണ്ടത് നന്നായിട്ടാണ്. ഇവന്റെ ശക്തമായി തിരിച്ചറിവാണ്. ഒരു എന്റർടൈനർ ആണോ അത് സീരിയസ് ആയിട്ട് മെസ്സേജും ഉണ്ട്. ലിവിന് ഒരു ആറാടാൻ പറ്റിയ ഒരു ക്യാരക്ടർ തന്നെയാണ്. ആറാടിയിട്ടുണ്ട്. നല്ലൊരു പിക്ചർ തന്നെയാണ്. കോമഡി മാത്രമേ ഉള്ളൂ. കോമഡി സെന്റിമെന്റ്സ് എല്ലാം ഉണ്ട്. എല്ലാം കൊണ്ട് നല്ല പടം. സൗഹാർദ്ദം മലയാളികൾക്കുള്ള ഒരു ട്രിബ്യൂട്ടാണ് ഈ സിനിമ. ലോകത്തുള്ള എല്ലാ മലയാളികളും ഈ സിനിമ ആസ്വദിക്കും. സാധാരണ ഈ പറയുന്ന നമ്മൾ നാട്ടിൻപുറത്തുള്ളവർക്ക് ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ കണക്ട് ആവുന്നത്. കാരണം നമ്മളെ വീട്ടിൽ നമ്മളെ അമ്മ ശകാരിക്കുന്നത് പോലെയാണ് ആലപ്പറമ്പിൽ ഗോപിനെ അമ്മ ശകാരിക്കുമ്പോൾ എനിക്ക് തോന്നിയില്ല. കാരണം പേഴ്സണലി എനിക്ക് കുറച്ചുകൂടെ കണക്ട് ആയിട്ടുള്ള ആ ഫസ്റ്റ് ഹാഫിലെ കഥാപാത്രം. സെക്കൻഡ് ഹാഫിലെ കഥാപാത്രം കണക്ട് ആവുക കുറേ പ്രവാസികൾക്കായിരിക്കും. കാരണം അവരെപ്പോഴും അനുഭവിച്ചിട്ടുണ്ടാവും മലയാളികൾ പറ്റിക്കുന്ന ആൾക്കാരാണ്. മലയാളികൾ ലോകത്ത് മൊത്തം പറ്റിപ്പിൻ്റെ കേസാണ് മലയാളിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ മലയാളികളുടെ സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ ഊട്ടിയുറപ്പിക്കുന്ന, മലയാളികളുടെ സൗഹാർദ്ദത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ലിജോ ജോസ് ആന്റണിയുടെയും നിവിൻ പോളിയുടെയും ഷാരിസ് മുഹമ്മദിന്റെയും ജേക്സ് ബിജുവുടെയും സിനിമയിലുടനീളമുള്ള എല്ലാവരെയും പേരെടുത്ത് പറയാൻ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പരിചയമുള്ള ഇത്രയും ആളുകളുടെ പേര് ധ്യാൻ ചേട്ടൻ. അപ്പോൾ എല്ലാവരുടെയും നല്ലൊരു കോൺട്രിബ്യൂഷൻ സിനിമയിൽ. മഞ്ജു ചേച്ചി, അവരെല്ലാം അവരവരുടെ ക്യാരക്ടേഴ്സ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്. എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റും. ഏത് പ്രായഭേദമന്യേ എല്ലാവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നല്ല എന്റർടൈനിങ് ആണ്. കോമഡി ഉണ്ട്, പിന്നെ ഫാമിലി ഫീലിങ്സ് നല്ലപോലെ വരുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മ്യൂസിക് നല്ല അടിപൊളിയാണ്. വളരെ ഇമോഷണൽ മൂവിയാണെന്ന് ചിലർ പറയുന്നുണ്ട്. അത് എല്ലാം കൂടെ മിക്സ്ചറാണ്. കോമഡിയുടെയും നമ്മുടെ ഫീലിങ്സ് വരുന്ന കുറേ സീൻസ് ഉണ്ട്. എല്ലാം കൂടെ ഒരു മിക്സ്ചറാണ്. ഡിജോ ജോസ് ആന്റണിയുടെ ഇതിന് മുമ്പത്തെ രണ്ട് പടങ്ങൾ കണ്ടിരുന്നു. ക്യൂനും നന്നായി അടിപൊളിയായിട്ടുണ്ടോ സാർ അഭിനയിച്ചിട്ടുണ്ടോ? ഡിജോ ജോസ് അഭിനയിച്ചിട്ടുണ്ടോ? ഈ ഒരു സിനിമയിലല്ലേ അത്യാവശ്യം ഒരുപാട് ആളുകളെ ഡയറക്റ്റ് പറയുന്നുണ്ട്, പറയുന്നുണ്ട്. ചില ആളുകളെ അങ്ങനെ സംഘടനകളെ ഉണ്ട് പറയാം. അപ്പൊ അങ്ങനെ ഒരു വിഷയം ഇത്ര തുറന്നിട്ട് പറയുമ്പോൾ ഈ സിനിമ ആ ഒരു വിവാദത്തിലേക്ക് വഴിയെങ്കിലും സാധ്യതയുണ്ട്. ഒരു ഫിലിം എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോ മൂവി ഓരോ സ്റ്റോറിയാണ്. പിന്നെ അത് അങ്ങനെ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. അല്ലാത്ത ഞാനങ്ങനെ രീതിയിൽ എടുത്തിട്ടില്ല. നമ്മുടെ രാഷ്ട്രീയം തോന്നുന്നു മിക്സ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ രാഷ്ട്രീയത്തിൻ്റെ അഭിപ്രായം പറയുന്നില്ല. ഇപ്പോൾ ഈ സിനിമ ഫസ്റ്റ് ഹാഫ് കണ്ടിറങ്ങിയപ്പോൾ ഇന്റർവെൽ ഇറങ്ങി കഴിയുമ്പോൾ വിചാരിച്ചിരുന്ന സെക്കൻഡ് ഹാഫിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ഡിജിറ്റൽ പടമായി മാറും, ഒരു എന്റർടൈൻമെന്റ് ഇതിൽ നിന്ന് വഴി മാറുമെന്ന് വിചാരിച്ചിരുന്നു. അല്ല, ഇന്റർവ്യൂലേക്ക് നല്ലൊരു ട്വിസ്റ്റ് തന്നെയായിരുന്നു. നമുക്ക് എക്സ്പെക്ട് ചെയ്തില്ല. ലൈക്ക് ഇവൻ ശരിക്കും അവിടുന്ന് മാറിപ്പോയിട്ട് ഭയങ്കരമായിട്ട് ഒരു ടോർച്ചറിനെ അനുഭവിക്കുന്ന പോലെയായിരുന്നു തുടക്കത്തിൽ. പിന്നെ അതൊക്കെ ഓക്കെ ആയി നല്ലൊരു രീതിയിലായി വന്നു. നല്ല എന്റർടൈനിങ് മൂവിയാണ്. നമ്മളല്ലല്ലോ പറയണ്ടേ, രണ്ട് മൂടല്ലേ. അതായത് ഒന്ന് ഗ്രാമപ്രദേശം, മടിയനായ ഒരു മകൻ, ഇന്റർവ്യൂവിന് ശേഷം കഷ്ടപ്പെട്ട് വിജയിക്കുന്ന ഒരു മകൻ. രണ്ടിൻ്റെ ഒരു ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. ആധികാരികമായിട്ടൊന്നും ഞാൻ പറയാൻ സത്യമുള്ള ആളല്ല. ഞാൻ അത്രയും വളർന്നിട്ടില്ല. എന്തായാലും ജനങ്ങൾ പറയട്ടെ, ജനങ്ങൾക്കാണ് അധികാരം പറയാം. ഞാനും അഭിനയിച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയ റോൾ ചെയ്യുന്നുണ്ട്. കരയാനും ഉണ്ട്, ചിരിക്കാനും ഉണ്ട്, എല്ലാം കൂടെ കലർന്ന ഒരു സിനിമ. നിവിൻ ചേട്ടൻ എങ്ങനെയുണ്ട്? നിവിൻ ചേട്ടൻ അടിപൊളി, രക്ഷയില്ല. ധ്യാൻ ചേട്ടനോ? ധ്യാൻ ചേട്ടൻ കോമഡിയാ. ഫുൾ കോമഡി പടമാണോ? അല്ലല്ല, ഫുൾ കോമഡി അല്ല. അല്ലല്ലേ, കോമഡി ഉണ്ട്, സങ്കടമുണ്ട്, പിന്നെ ഒരു വിജയം, കരച്ചിലുണ്ട്, ഒരു മോട്ടിവേഷൻ പോലെ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ് പടത്തില്?
പടത്തില് നിവിൻ പോളി ആ തകർപ്പൻ പെർഫോമൻസ് ആണോ? ഞാൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. നിവിൻ പോളിയുടെ ചെറുപ്പം. ആഹാ അടിപൊളി. ധ്യാൻ ചേട്ടൻ എങ്ങനെയുണ്ട്? ഞാൻ ചേട്ടൻ പൊളിച്ചു. അപ്പോ ഇമോഷണൽ പടമാണോ? മോട്ടിവേഷനാ. ആദ്യം കോമഡി പോലെ കാണിക്കും, പിന്നെ നിങ്ങളൊക്കെ പോയി കാണണം. ഓക്കെ ഓക്കെ. പറഞ്ഞ അതിന്റെ സുഖം. പേരെന്തായിരുന്നു? നിവിൻ. അല്ല മോന്റെ പേര് എന്റെ നിവിൻ. നിവിൻ തന്നെയാണോ? ഓക്കെ നിവിൻ പോളിയുടെ ചെറുപ്പമാണല്ലേ? ഓക്കെ ഓക്കെ താങ്ക് യു. ചേട്ടാ എങ്ങനെയുണ്ട് ചേട്ടാ? പടം കൊള്ളാം, നല്ല ഒരു വ്യത്യസ്തമുള്ള പടമാണ്. പിന്നെ അതിനകത്തെ ഒരു വിഷയം വലിയാണ്, എഡ്യൂക്കേഷൻ ഇങ്ങനെ വളരെ അത്യാവശ്യമാണ്. അത് നമ്മുടെ ഒരു മലയാളിയായ നിവിൻ പോളിയിലൂടെ പറയാനായിട്ട് ശ്രമിച്ചേക്കുന്നത്. നല്ല സ്റ്റോറിയാണ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ കോമഡിക്കലാണെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പടം വളരെ നമ്മുടെ ആടുജീവിതത്തിലേക്ക് തുടക്കം വരുമ്പോൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആടുജീവിതമൊക്കെയാണ് തോന്നുന്നത്. കരയോ? ഒത്തിരി സെന്റിമെന്റ് സീനൊക്കെ ഉണ്ട്, നമുക്ക് ഫീൽ ചെയ്യുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. എന്താണ് പടത്തിന് മലയാളി ഫ്രം ഇന്ത്യ എന്നിട്ടിരിക്കുന്നത്? അതായത് മലയാളി ഒരു മെസ്സേജ് ഇതിനെ കൊടുക്കുന്നത്. അതായത് വിദ്യാഭ്യാസം അത് ഏറ്റവും ഉന്നതമാണ്. അത് ഐക്യരാഷ്ട്രസഭയിൽ വരെ കഥയിലേക്ക് പോകുന്നില്ല, അത് പറയാൻ പല സ്പോയിലറാവും. എങ്കിലും പടം നന്നായിട്ട് ദേവി കൂടെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മഞ്ജു പിള്ള നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു പാകിസ്ഥാനിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടാണ്. ഇന്ത്യയുടെ ആരാധന എനിക്കറിയില്ല, പക്ഷെ വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എന്തായാലും പടം ഒരു സീരിയസ് മൂവിയാണ്. ഇന്റർവെല് വരെ നമുക്കൊരു ഗ്രാമീണ അങ്ങനെ നാട്ടുപുറത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇന്റർവെല് കഴിഞ്ഞപ്പോൾ ശരിക്കും മരുഭൂമിയിലൊരു കഥ, അതായത് നമ്മുടെ ആടുജീവിതത്തിലെ പോലെ എൻട്രി പോലെ വന്നിട്ടുണ്ട്. പക്ഷെ ആടുജീവിതം പോലെ അങ്ങനെ ഒരു പെയിൻ ആയിട്ടുള്ള ഒരു കഥയല്ല ഇത്. നമുക്ക് മരുഭൂമിയിൽ ശരിക്കും എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു കഥയാണ്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ഇപ്പം നന്നായിട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അതായത് മറ്റേ അഗ്നിചിറകൾ മറ്റേ അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ചുകളായിട്ട് പറഞ്ഞു. അതെ, ഡയറക്ഷനൊക്കെ കിട്ടുന്നല്ല, അതായത് ചില വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ രസമായിട്ട്. മരുഭൂമിയിലെ ഇപ്പം മറ്റേ ആടുജീവിതത്തിൽ കണ്ടണ പോലെ മരുഭൂമിയിലെ കാറ്റും കാര്യങ്ങളും ആ സംഭവമൊക്കെ ശരിക്കും ഇതിൽ കാട്ടുന്നുണ്ട്. എന്തായാലും തിയേറ്റർ വാച്ചബിൾ ആയിട്ടുണ്ട്. അത് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു മാരക ഒരു കോമഡി പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇന്റർവെല് കഴിഞ്ഞപ്പോൾ അതൊരു സീരിയസിലേക്ക് ആയി. അതായത് ആടുജീവിതം പോലെ, അതായത് തിയേറ്ററിൽ കാണേണ്ട പടമാണ്. ഞാൻ കൂടുതൽ പറയല്ല, എന്തായാലും തിയേറ്ററിൽ കാണാൻ നമുക്ക് പടം. കേരളത്തിനിടയിൽ ഒരു മലയാളി ഉണ്ടാവും, മലയാളത്തിനിടയിൽ ഒരു നന്മ ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. സ്നേഹബന്ധങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ സിനിമയാണ് നിവിൻ പോളിയുടെ ചിത്രം. ലിസ്റ്റിൻ സ്റ്റീഫന്റെ മികച്ച പ്രൊഡ്യൂസിംഗ് രീതി വർക്കൗട്ടായി പോയി. മികച്ച പാട്ടുകൾ, മികച്ച അഭിനേതാക്കൾ, ധ്യാൻ ശ്രീനിവാസന്റെ മികച്ച അഭിനയം കൂടി വന്നപ്പോൾ സിനിമ ഒരു ആറാടുകയാണെന്ന് തന്നെ പറയാം. പിന്നെ നമ്മുടെ മഞ്ജു പിള്ളയുടെ മികച്ച പെർഫോമൻസ് വന്നപ്പോൾ സിനിമ മൊത്തത്തിൽ ഒരു കളർഫുൾ എന്റർടൈൻമെന്റ് ആയി. അപ്പോൾ എന്റർടൈൻമെന്റ് സിനിമയ്ക്ക് വേണ്ടിയുള്ള ചെലവുകൾ മികച്ച നന്മ നിറഞ്ഞൊരു ഫാമിലി എന്റർടൈൻമെന്റ് തന്നെ പറയാം. അനശ്വര എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു മികച്ച രീതിയിൽ തന്നെ ഒരു ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ലവ് സോങ് ഒക്കെ മികച്ചതായിട്ട് വർക്കൗട്ട് ആയി പോയിട്ടുണ്ട്. അനശ്വരയുടെ നിവിന്റെ ഒരു കോംബോ വർക്കായി തോന്നുന്നുണ്ടോ ജോഡി? അനശ്വരൻ നിവിനുമായിട്ട് ആദ്യമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്, നല്ല വർക്കൗട്ടായി പോയിട്ടുണ്ട്. താങ്ക് യു. എല്ലാ എലിമെന്റ്സും എല്ലാം നിവിനും ധ്യാനുമായിട്ടുള്ള ഒരു കോംബോ എങ്ങനെ വർക്കൗട്ട് ആയിട്ടുണ്ട്? ചിരിക്കാനുണ്ടായിരുന്നു. അനശ്വരയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടോ? കുറച്ചുകൂടി നമുക്ക് നാച്ചുറൽ ആയിട്ട് നമുക്ക് ലൈക്ക് ഗേൾ നെക്സ്റ്റ് ഡോർ ഫീൽ കിട്ടുന്നുണ്ട്. ആളും സൂപ്പർ ആയിരുന്നു. മഞ്ജു പിള്ള ഇതിൽ നന്നായിട്ട് പെർഫോം ആയിട്ടുണ്ട്. ആസ് യൂഷ്വൽ അടിപൊളിയായിരുന്നു. അതൊന്നുമല്ല, അടിവെക്കുന്ന കാര്യങ്ങൾ അതൊന്നുമല്ല. പടം ആസ് എ ഫിലിം വളരെ നല്ലൊരു മൂവിയാണ്. ആൾക്കാർക്ക് തിയേറ്ററിൽ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. വെരി ഗുഡ്. BGM എസ്പെഷ്യലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എൻ്റെ BGM മ്യൂസിക് പരിപാടികളാണ്. ഡിഫറെൻറ്റ് മേക്കിംഗ് സ്റ്റൈലാണ്. ജനഗണമന പോലെയൊന്നല്ല. ഈവൻ ഹ്യൂമർ പരിപാടികളൊക്കെ നല്ല വർക്കൗട്ടായിട്ടുണ്ട്. നിവിൻ പോളി ടൈമിങ് അടിപൊളിയാണ്. ഹ്യൂമർ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. സൂപ്പർ ഫിലിം. തിരിച്ചുവരാ പുള്ളി ഓൾറെഡി വർഷങ്ങൾക്ക് ശേഷത്തിൽ ഓൾറെഡി ഒരു തിരിച്ചുവരവ് അറിയിച്ചു. ഇതിലൊന്നും കൂടി ഉറപ്പിച്ചിരിക്കുകയാണ്.